ഈ യാത്ര പൊങ്ങലക്കരി ഗ്രാമത്തിലേക്കാണ്. പൊങ്ങലക്കരി ഗ്രാമനിവാസികളുടെ ദുരിതം പേർന്ന കഥകളിലേക്ക്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാരികളുടെ പറുദീസയായ കുമരകം പ്രദേശത്താണ് ഈ കൊച്ചു ഗ്രാമം. മെത്രാൻ കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പൊങ്ങലക്കരി പ്രകൃതി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അനുഗ്രഹീതയാണ്. കക്കാവാരൽ, മീൻപിടുത്തം, മീൻകുത്തൽ, സർക്കാരിന്റെ തൊഴിലുറപ്പ് സംരംഭങ്ങൾ എന്നിവയാണ് ഇവിടുത്തുകാരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങൾ. പുറം ലോകത്തിന് പൊങ്ങലക്കരി കണ്ണിന് കുളിർമയേകുന്ന സൗന്ദര്യമാണ്. എന്നാൽ ഉള്ളിലേക്ക് എത്തുന്തോറും നീറുന്ന വേദനകളുടെ തീപ്പൊള്ളലേൽക്കാം. ഈ നിരന്നിരിക്കുന്ന പാത്രങ്ങളിൽ തുടങ്ങാം ഇവിടുത്തുകാരുടെ കഥ. ഇത് വിരൽ ചൂണ്ടുന്നത് 150ഓളം വരുന്ന ഇവിടുത്തെ കുടുംബങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നിലേക്ക് മാത്രമാണ്: കുടിവെള്ളം. കുടിവെള്ളം ഇന്നാട്ടുകാർക്ക് കിട്ടാക്കനിയാണ്. എല്ലാ പൊതു പൈപ്പുകളുടെ മുമ്പിലും ഇത്തരം പാത്രങ്ങളുടെ വലിയ നിര എന്നും സജീവമാണ്. കുടിവെള്ളത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഈ കോളനിയിൽ താമസിക്കുന്ന 600ഓളം ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഏക ആശ്രയം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പൈപ്പാണ്. ഈ പൈപ്പിൽ നിന്ന് 10 ദിവസങ്ങൾ കൂടുന്ന സമയത്ത് ഒരു ദിവസം മാത്രമാണ് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത്. ആ ഒരു ദിവസം കുടിവെള്ളം വരുന്ന സമയത്ത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ ക്യൂ ആയിട്ട് നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി നിൽക്കും. പക്ഷേ ഒത്തിരി രാത്രിയായി പലർക്കും വെള്ളം കിട്ടാറില്ല. പിന്നെ വില കൊടുത്തൊക്കെയാണ് കുടിവെള്ളം വണ്ടിയിലെ കൊണ്ടിട്ടാണ് ആളുകൾ വാങ്ങിക്കുന്നത്. തരത്തിലുള്ള വലിയൊരു കുടിവെള്ളക്ഷാമം നേരിടുന്നൊരു പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ എല്ലാ സ്ഥലത്തും കുടിവെള്ളക്ഷാമമുണ്ട്. അതിൻ്റെ എത്രയോ മടങ്ങ് കുടിവെള്ളക്ഷാമമുള്ള ഒരു ഏറ്റവും അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനുവേണ്ടി നമുക്കൊരു ഈ പ്രദേശത്തിന് വേണ്ടി തന്നെ എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത്രയും വീടുകളുള്ളതുകൊണ്ടാണ്, ഈ അടുത്തടുത്തുള്ള വീടുകളാണ്. ഏകദേശം ഒരു 10 വീടിനൊരു ടാപ്പെങ്കിലും വെച്ച് വന്നെങ്കിൽ മാത്രമേ ആവശ്യാനുസരണമുള്ള വെള്ളം നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിന് വകയിരുത്താൻ പറ്റുന്ന തുച്ഛമായ ഫണ്ട് കൊണ്ടൊന്നും അടുത്ത കാലത്തൊന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കത്തില്ല. അടിയന്തരമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉള്ളൊരു അടിയന്തരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഈ പ്രദേശത്തിന് വേണ്ടി നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടെ വിച്ഛേദിക്കപ്പെടുന്ന വൈദ്യുതിയും ലോ വോൾട്ടേജ് പ്രശ്നങ്ങളും ഇവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പലതവണ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് പാലമില്ല, കുടിവെള്ളമില്ല, വഴിയില്ല, ഇങ്ങനെ സംഭവങ്ങൾ വെട്ടത്തിൻ്റെ കാര്യം, കറണ്ടിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഇതുവരെ ചോദിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും പറയും റെഡി എന്ന് പറയും. പക്ഷേ റെഡി മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. അങ്ങനെ അങ്ങോട്ട് മിൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിന് മുന്നേ ഞങ്ങളുടെ കൂട്ടമായിട്ട് ഞങ്ങളിവിടെ അന്ന് ഞങ്ങൾക്കിവിടെ കറണ്ട് കിട്ടിയെന്ന് പറഞ്ഞാലും ഈ വോൾട്ടേജ് ഇല്ലാന്ന് സാമാൻ. അന്ന് ഞങ്ങളൊന്നിച്ച് ഈ കരിയിലുള്ള എല്ലാ ആൾക്കാരും കൂടെ കൂടി ഞങ്ങൾ ഇലക്ട്രിസിറ്റിയോട് ഒരു പ്രതിഷേധ യാതൊക്കെ നടത്തി. അപ്പോൾ അതിന് തുടർന്ന് ഞങ്ങൾക്ക് ഒരു ഫോർമറൊക്കെ അവരങ്ങ് വെച്ച് ലൈൻ 3 പീസ് ലൈനൊക്കെ ആക്കി തന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു കാറ്റോ മഴ അടിച്ചു കഴിഞ്ഞാലും ഗതിയാതെ വരും. പൊങ്ങലക്കരയിലൂടെയുള്ള ഈ യാത്രയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നുണ്ട്: ഇത്തരം പണിതീരാത്ത വീടുകൾ. സർക്കാർ സഹായത്തിനായി കാത്തുകിടക്കുകയാണ് കുറെ കുടുംബങ്ങൾ. അക്കരെ പാലയില്ലേ, ആ പാലത്തിന് അക്കരെ വന്നിട്ട് ഞങ്ങൾ വള്ളത്തെ കയറ്റി പിന്നെ ഇങ്ങനെ കറങ്ങി ഞങ്ങൾ ഇവിടെ ഒരു കടവുണ്ട്, പൊതുക്കടവ്, അവിടെ കൊണ്ട് ഇറക്കിയിട്ട് അവിടെ നിന്ന് ചുമന്ന് വേണം ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കാൻ. ഇവിടെ ഇപ്പൊ ചുമന്നിടുക ഞാൻ കുറേശ്ശെ ഞങ്ങൾ ചെയ്യാൻ തന്നെ ചെയ്യും. അല്ല, നമുക്ക് കൂടിച്ച് കൊടുക്കാനുണ്ട്. ആകപ്പാട് സർക്കാർ തരുന്നത് 3 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപയുടെ അടുത്തേ കിട്ടത്തുള്ളൂ. ആ 2 ലക്ഷം കിട്ടിയാലും അവരിത് ഈ തറ കെട്ടാനായിട്ട് തന്നത് 17,000 രൂപ ഞങ്ങൾക്ക് തന്നത്. ഒന്ന് ഓർത്ത് നോക്കിയ ഞങ്ങളിത് ചെയ്തു വന്നപ്പോൾ 85,000 രൂപയുടെ അടുത്ത് ഈ തറ മാത്രം കെട്ടിയപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പം ഇനി തന്നിരിക്കുന്ന ഇനി തരുന്ന 62 രൂപ തരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഇത്ര ഭിത്തി കെട്ടാനായിട്ട് മുകളിലേക്ക് കെട്ടാനായിട്ട് 62,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 20,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. 20,000 രൂപ ഈ ഇഷ്ടിക ഇറക്കാൻ പോലും ഇഷ്ടിക ഇറക്കാനും ഇല്ല.
ഇനി ഇത് നമ്മൾ കയ്യിൽ നിന്ന് കട എവിടെയെങ്കിലും മേടിച്ച് കിട്ടിക്കഴിയുമ്പം ഇവർ പറയുന്ന ഞങ്ങൾക്ക് പട്ടികജാതിക്കാർ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ പട്ടികജാതി ഹിന്ദു പുല സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഫണ്ട് ഇഷ്ടം പോലെ കിടക്കുന്ന ലാപ്സായി പോകുന്നതൊക്കെയാണ് പഞ്ചായത്ത് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഈ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്നാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ 2ാം ഗഡുവിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് 2 മാസം കഴിഞ്ഞു, ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. ഞാൻ കളക്ടറിന് വരാതെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് പൈസ വരാത്തതുകൊണ്ടാണ്, നിങ്ങൾ പോകണ്ട, പൈസ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പൈസ വന്നു 2 മാസം. ഇപ്പം ഇനി അടുത്തത് ഇപ്പം മഴ തുടങ്ങിയിരിക്കുക, ഇപ്പം ഒരു മഴ പെയ്താൽ ഞങ്ങളുടെ ഇവിടെ കണ്ടോ വെള്ളം കണ്ടോ. ഇനി ഞങ്ങൾ ഈ സത്യം പറഞ്ഞ ഇത് കേട്ടോ കാറ്റ് വന്ന് ഇതെല്ലാം പറന്നു പോകും. അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇതിന്റെ അകത്തൊക്കെ കിടക്കുന്നത് ഇത് കണ്ടോ. ഞങ്ങൾ ഇതിന്റെ അകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സങ്കടം വരും. കാറ്റ് വന്നാൽ അതെല്ലാം പൊങ്ങിപ്പോകും. ഇന്നലത്തെ കാറ്റിന് മൊത്തം പൊങ്ങിപ്പോയി. എന്നിട്ട് പൈസ ലാപ്സായി പോകാൻ ചെയ്യും. ഇവർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പൈസയും തരത്തില്ല. ഇനി വെള്ളം വന്നാൽ പോലും, വെള്ളം വന്നു കഴിഞ്ഞാൽ പോലും ഈ പെരമണി തീർക്കുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഞങ്ങൾ ഈ 10, 200, 300, 400 രൂപയ്ക്ക് മീൻ കുത്താൻ പോയിട്ട് വന്നിട്ട് വീട്ടിലെ കാര്യം നടത്തുക, സമ്പാദിക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് വെട്ടുപോയി എന്നാ ചെയ്യാൻ പറ്റും? ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഇവരുടെ പ്രശ്നങ്ങളുടെ മൂലകാരണം തേടിയുള്ള യാത്ര എത്തിപ്പെട്ടത് ഇവിടെയാണ്. പൊങ്ങലക്കരി എന്ന കൊച്ചു ദ്വീപിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഈ തകർന്ന പാലത്തിൽ. കുട്ടികളടക്കമുള്ള 600ഓളം വരുന്ന ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥിര യാത്രാമാർഗമാണ് ഈ പാലം. പണ്ട് വേൾഡ് മിഷൻ എന്നൊരു NGO പണി കഴിപ്പിച്ചതാണത്രേ ഇന്നത്തെ പാലം. പാലം വരാതിരുന്നാൽ ഇവിടെ വലിയൊരു ഫണ്ട് തന്നെ വേണ്ടി വരും. നമുക്ക് ചെറിയ രീതിയിലൊരു പാലം നിർമ്മിക്കുവാൻ സാധ്യതയുണ്ട്. നടപ്പാലം കൊണ്ട് നമുക്ക് കാര്യമില്ല. പാലം നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ 1.5 കോടി രൂപയെങ്കിലും ചിലവ് വരും. കാരണം ഇവിടെ ഈ ആറിൽ കൂടി നമ്മുടെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും കർഷകരും ഒക്കെ ധാരാളം ആളുകളും ടൂറിസ്റ്റുകളടക്കമുള്ള ആളുകൾ ബോട്ടിലും വള്ളങ്ങളിലുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ആറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഏറ്റവും കാത്ത് നമ്മൾ ചെറിയ രീതിയിലൊരു മുട്ടിട്ടുകൊണ്ട് പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഈ ജലഗതാഗതം നിലയ്ക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു പാലം പണിതെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ശാശ്വതമായിട്ടുള്ള പരിഹാരം. ജലഗതാഗതത്തിനും അല്ലാതുള്ള വാഹന ഗതാഗതത്തിനും ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ളൊരു പാലം തന്നെ നിർമ്മിക്കും. അതിന് ഏകദേശം 1.5 കോടി രൂപയെങ്കിലും ചിലവ് വരും. നമ്മുടെ ഇവിടുത്തെ MLAയുടെ ഫണ്ടിൽ നിന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് 97 ലക്ഷം രൂപ ഈ പാലത്തിന് വേണ്ടി വകയിരുത്തി ഒരു പദ്ധതി രൂപീകരിച്ചുവെങ്കിലും ആ പദ്ധതി ഏറ്റെടുക്കാൻ വേണ്ടി കോൺട്രാക്ടർമാരും തയ്യാറായി. കാരണം അവർക്ക് ഒരിക്കലും ഈ ഫണ്ട് തികയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്ടർമാർ മുന്നോട്ട് വന്നില്ല. അപ്പോൾ ഈ അടുത്ത ഇടയിൽ അത് വീണ്ടും ടെൻഡർ ചെയ്യുകയും ഒരു കോൺട്രാക്ടർ അത് എടുക്കാൻ വേണ്ടി തയ്യാറായി 10% അധികമായിട്ടുള്ളൊരു തുക, അതായത് ഏകദേശം 1,07 ലക്ഷം രൂപയോളം വരുന്ന തരത്തിലുള്ള ഒരു ഫണ്ട് ഇപ്പോൾ പ്രിവെയർ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതും എന്താണെന്നറിയാൻ വേണ്ടി ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് അതും ഇപ്പോൾ ഒരു മന്ദഗതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലുള്ള വഴികൾ മുമ്പേ പറഞ്ഞതുമാതിരി 1 മീറ്ററെങ്കിലും ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി അതിൻ്റെ മുകളിൽ റോഡ് നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥമായിട്ടുള്ള ഒരു വികസനം നമുക്കിവിടെ നടത്താൻ സാധിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ബാക്കിയുള്ള വീടുകളുടെ പരിസരങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. നമ്മൾ റോഡ് ഉയർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീടുകളുടെ പരിസരം വെള്ളത്തിനടിയിലായി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വീട് പരിസരം എല്ലാം മണ്ണിട്ട് ഉയർത്തണം. ഇവിടുത്തെ മുഴുവൻ വീടുകളുടെയും 130ഓളം വീടുകളുടെയും പരിസരം മണ്ണിട്ട് ഉയർത്തുന്നതോടൊപ്പം തന്നെ മണ്ണിട്ടുയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള വീടുകൾ കുറച്ച് തറ ഉൾപ്പെടെയുള്ള ഭാഗം മണ്ണിനടിയിലായി പോകും. അങ്ങനെ വരുമ്പോൾ ഈ മുഴുവൻ വീടുകളും മെയിൻ്റെനൻസ് ചെയ്യണം അടിയന്തരമായിട്ട്. അപ്പോൾ ഇവിടെ പാലം ഉണ്ടാക്കണം. അതുകൂടാതെ ഇവിടുത്തെ റോഡുകൾ 1 മീറ്ററോളം ഉയരത്തിൽ റോഡ് നിർമ്മിക്കണം. ഇതിൻ്റെ ഉൾവശത്ത് വരുന്ന മുഴുവൻ റോഡുകൾ നിർമ്മിക്കണം. റോഡ് നിർമ്മിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ വീടിൻ്റെ പരിസരം എല്ലാം മണ്ണിട്ടുയർത്തണം. മണ്ണിട്ടുയർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വീടുകളെല്ലാം അടിയന്തരമായി മെയിൻ്റെനൻസ് ചെയ്യണം. കേരളം മെട്രോയുടെ വേഗത്തിൽ വികസനത്തിലേക്ക് കുതിക്കാൻ വെമ്പുന്ന ഈ കാലത്ത് പൊങ്ങലക്കരി കോളനിക്കാരുടെ ആവശ്യം സഞ്ചാരയോഗ്യമായ ഒരു പാത മാത്രമാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങുന്നത് ഇവിടുത്തുകാർക്ക് ഒരു പുതുമയല്ല. എത്രയെത്ര പ്രതിഷേധങ്ങൾ, എത്രയെത്ര പരാതികൾ. പൊങ്ങലക്കരയിലെ വോട്ടർമാർക്കറിയില്ല ആരെ തുണയ്ക്കണം, ആര് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തും. കാത്തിരിക്കുകയാണ് പൊങ്ങലക്കരി ഒരു പാലത്തിനായി, തങ്ങളുടെ പ്രശ്നങ്ങളുടെ അറുതിക്കായി.
വളർന്നു വരുന്ന പുതിയൊരു തലമുറയ്ക്കായി ഇനിയെങ്കിലും ഇവരുടെ മുറവിളി കേട്ടേ പറ്റൂ.